പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ, നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്ന ടോപ്പിക്ക് പവർ ഫാക്ടർ ഇംപ്രൂവ്മെൻറ്റ് മെത്തേഡ്സ് ആണ്. അതായത് പവർ ഫാക്ടർ എങ്ങനെയൊക്കെ നമുക്ക് ഇംപ്രൂവ് ചെയ്യാം എന്നുള്ളതിനെ കുറിച്ചാണ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ ഈ ടോപ്പിക്കിലേക്ക് പോകുന്നതിന് മുമ്പ് ആദ്യം പവർ ഫാക്ടർ എന്താണെന്ന് നമുക്ക് അറിഞ്ഞിരിക്കണം. പവർ ഫാക്ടർ അറിഞ്ഞതിന് ശേഷമല്ലേ നമുക്ക് പവർ ഫാക്ടർ ഇംപ്രൂവ്മെൻറ്റിനെ കുറിച്ച് ഡിസ്കസ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ആദ്യം നമുക്ക് എന്താണ് പവർ ഫാക്ടർ എന്നുള്ളത് നോക്കാം. ഈ പവർ ഫാക്ടർ എന്ന കൺസെപ്റ്റ് ശരിക്ക് നമ്മൾ സെക്കൻഡ് മൊഡ്യൂളിൽ പഠിക്കേണ്ട ഒരു കൺസെപ്റ്റാണ്. പക്ഷേ ആ സെക്കൻഡ് മൊഡ്യൂൾ നമ്മൾ എടുക്കാത്തത് കൊണ്ട് ഇവിടെ പവർ ഫാക്ടർ എന്താണെന്ന് ഈ ആവശ്യത്തിന് വേണ്ടി ചെറുതായിട്ടൊന്ന് പറഞ്ഞു തരികയാണ്. കൂടുതലായിട്ട് നിങ്ങൾക്ക് പവർ ഫാക്ടർ എന്താണെന്ന് മനസ്സിലാക്കാൻ നമ്മൾ സെക്കൻഡ് മൊഡ്യൂൾ അടുത്ത ദിവസം തന്നെ സ്റ്റാർട്ട് ചെയ്യും. അപ്പോൾ നമ്മൾ ഡിസ്കസ് ചെയ്യും. അപ്പോൾ ഇവിടെ ചുരുക്കത്തിൽ പവർ ഫാക്ടർ എന്താണെന്ന് പറഞ്ഞു തരികയാണ്. അപ്പോൾ ഇവിടെ എഴുതിയത് കണ്ടില്ല നിങ്ങൾ, പവർ ഫാക്ടർ ഈസ് ദ കൊസൈൻ ഓഫ് ആംഗിൾ ബിറ്റ്വീൻ വോൾട്ടേജ് ആൻഡ് കറണ്ട്. പവർ ഫാക്ടർ ഈസ് ദ കൊസൈൻ ഓഫ്, കൊസൈൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കോസ് ഓഫ്, കോസിന് പറയുന്ന പേരാണ് കൊസൈൻ. കൊസൈൻ എന്നാണ് ശരിക്കും ഫുൾ ഫോം. നമ്മളതിനെ ഷോർട്ടാക്കിയിട്ട് കോസ് എന്ന് പറയാണ്. അപ്പോൾ കൊസൈൻ ഓഫ് അതായത് കോസ് ഓഫ് ആംഗിൾ ബിറ്റ്വീൻ വോൾട്ടേജ് ആൻഡ് കറണ്ട്, വോൾട്ടേജിനും കറണ്ടിനും ഇടയിലുള്ള ആംഗിളിൻ്റെ കോസാണ് എന്ത് പവർ ഫാക്ടർ എന്ന് പറയുന്നത്. അതായത് നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഇത്രയേ ഉള്ളൂ. എ സിയിൽ, ഡി സിയിലല്ല കേട്ടോ, എ സിയിൽ എ സി കറണ്ട് ഒരു സർക്യൂട്ടിലൂടെ കടന്നു പോകുമ്പോൾ അതിൽ ഇൻഡക്റ്റൻസോ കപ്പാസിറ്ററോ, ഇൻഡക്റ്റീവായിട്ടുള്ള ലോഡോ അല്ലെങ്കിൽ കപ്പാസിറ്റീവായിട്ടുള്ള ലോഡോ ഉണ്ടെങ്കിൽ അവിടെ വോൾട്ടേജും കറണ്ടും തമ്മിൽ ഒരു ആംഗിൾ ഉണ്ടാവും, ഒരു ഫേസ് ഡിഫറൻസ് ഉണ്ടാവും. അതായത് ഒന്നെങ്കിൽ വോൾട്ടേജിനെ കറണ്ട് ലാഗ് ചെയ്യും, അല്ലെങ്കിൽ വോൾട്ടേജിനെ കറണ്ട് എന്ത് ചെയ്യും, ലീഡ് ചെയ്യും. അതായത് ഒന്നെങ്കിൽ വോൾട്ടേജിൻ്റെ ബാക്കിലായിരിക്കും കറണ്ട് പോവുക, ആ സിഗ്നൽ പോകുമ്പോൾ വോൾട്ടേജ് സിഗ്നലിൻ്റെ ശേഷമായിരിക്കും കറണ്ട് സിഗ്നൽ ഉണ്ടാവുക, അല്ലെങ്കിൽ വോൾട്ടേജിന് മുന്നേ എന്ത് പോവും, കറണ്ട് പോവും. ചുരുക്കി പറഞ്ഞാൽ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഇത്രയേ ഉള്ളൂ, വോൾട്ടേജിനും കറണ്ടിനും ഇടയിൽ ഒരു ആംഗിൾ ഉണ്ടാവും. ഓക്കെ, ആ ആംഗിളിൻ്റെ കോസാണ്, കോസ് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന വാല്യൂ ആണ് എന്ത് പവർ ഫാക്ടർ എന്നുള്ളത്. അതാണ് ഇവിടെ എഴുതിയത്. ദാറ്റ് ഈസ് ഇഫ് ആംഗിൾ ബിറ്റ്വീൻ വോൾട്ടേജ് ആൻഡ് കറണ്ട് ഈസ് ഫൈ, വോൾട്ടേജിനും കറണ്ടിനും ഇടയിലുള്ള ആംഗിൾ ഫൈ ആണ് എന്നുണ്ടെങ്കിൽ പവർ ഫാക്ടർ എന്തായിരിക്കും, അതിൻ്റെ കോസ് എന്നല്ല പറഞ്ഞേ, പവർ ഫാക്ടർ പി എഫ് എന്നാണ് നമ്മൾ ഷോർട്ടാക്കി പറയാം, പി എഫ് ഈക്വൽ ടു കോസ് ഫൈ ആയിരിക്കും. ഓക്കെ, അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ പവർ ഫാക്ടർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഏറ്റവും ചുരുക്കി നമുക്ക് എങ്ങനെ ആൻസർ പറയാം, പവർ ഫാക്ടർ ഈക്വൽ ടു കോസ് ഫൈ. കോസ് ഫൈ ആണ് പവർ ഫാക്ടർ. അപ്പോൾ ഫൈ എന്താണെന്ന് ചോദിക്കും ചിലപ്പോൾ. ഫൈ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ആംഗിളാണ്. ഏതാണ് ആംഗിള്, വോൾട്ടേജിനും കറണ്ടിനും ഇടയിലുള്ള ആംഗിളാണ് ഫൈ. അപ്പോൾ നമ്മൾ ചുരുക്കി ഇങ്ങനെ പറഞ്ഞാൽ മതി, വോൾട്ടേജിനും കറണ്ടിനും ഇടയിലുള്ള ആംഗിളിൻ്റെ കോസ് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്നതാണ് എന്ത്, പവർ ഫാക്ടർ. ഇനി ഇതിൻ്റെ പ്രാക്ടിക്കൽ കൺസെപ്റ്റ് എന്താണ്, ഈ പവർ ഫാക്ടർ നമുക്ക് കിട്ടി, അതിൽ നിന്ന് നമ്മൾ എന്താ മനസ്സിലാക്കേണ്ടത്. അതായത് പവർ ഫാക്ടർ എന്ന് പറയുന്നത് നമുക്ക് കിട്ടുന്ന കറണ്ടിൻ്റെ ക്വാളിറ്റി മെഷർ ചെയ്യാനുള്ള ഒരു അളവാണത്. ക്വാളിറ്റി, നമ്മളിപ്പോൾ ഒരു സാധനം നമ്മൾ വാങ്ങുകയാണെങ്കിൽ അതിൻ്റെ ക്വാളിറ്റി പറയും നമ്മൾ, നല്ല ക്വാളിറ്റിയാണ് അല്ലെങ്കിൽ ക്വാളിറ്റി പോരാ, ക്വാളിറ്റി കുറഞ്ഞ സാധനമാണ് എന്ന് പറയും. എന്ന രീതിയിൽ നമുക്ക് നമ്മൾ വീട്ടിൽ കിട്ടുന്ന കറണ്ട് ക്വാളിറ്റി ഉള്ളതാണോ എന്ന് നോക്കാൻ നമ്മൾ എന്ത് നോക്കിയാൽ മതി, ഈ പവർ ഫാക്ടർ നോക്കിയാൽ മതി. ഇപ്പോൾ പവർ ഫാക്ടർ കോസ് ഫൈ എന്നല്ല പറഞ്ഞത്. ഓക്കെ, അപ്പോൾ കോസിൻ്റെ മാക്സിമം വാല്യൂ എത്രയാണ്, കോസിൻ്റെ മാക്സിമം വാല്യൂ 1 ആണ്. അതായത് കോസ് 0 ഈക്വൽ ടു 1, കോസ് 0 1 ആണ്. അതിൻ്റെ മേലേക്ക് നമ്മൾ ഏത് ആംഗിൾ കൊടുത്തു കഴിഞ്ഞാലും കോസിൻ്റെ വില 1ന് മുകൾക്ക് പോവില്ല. അതിൻ്റെ അർത്ഥം പവർ ഫാക്ടറിൻ്റെ മാക്സിമം വാല്യൂ 1 ആണ്. അപ്പോൾ അതിനർത്ഥം എന്താണ്, ഏറ്റവും നല്ല ക്വാളിറ്റിയുള്ള പവറാണ് നമുക്ക് കിട്ടുന്നത് എന്നുണ്ടെങ്കിൽ പവർ ഫാക്ടർ എന്തായിരിക്കും, 1 ആയിരിക്കും. അപ്പോൾ എപ്പോഴും നമ്മളുടെ ആവശ്യം എന്താണ്, കസ്റ്റമർ ആവശ്യം എന്താണ്, പവർ ഫാക്ടർ 1 ഉള്ള പവർ നമുക്ക് കിട്ടണം, പവർ ഫാക്ടർ 1 ആക്കണം എന്നുള്ളതാണ് എപ്പോഴും നമ്മളുടെ ആവശ്യം. ഓക്കെ,
അപ്പോൾ പവർ ക്വാളിറ്റി നമുക്ക് നോക്കാൻ അളക്കാൻ എന്ത് ഉപയോഗിക്കാം? ഈ പവർ ഫാക്ടർ ഉപയോഗിക്കാം. നമ്മളുടെ ഇപ്പോഴത്തെ എനർജി മീറ്റർ ഉണ്ടല്ലോ, ആ എനർജി മീറ്ററിൽ കാണിക്കും. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ എന്ന് അറിയില്ല. എനർജി മീറ്ററിൽ നിങ്ങൾ എത്ര യൂണിറ്റ് ഉപയോഗിച്ചു എന്നൊക്കെ ചെക്ക് ചെയ്ത് നോക്കിയിട്ടുണ്ടോ? ഒരു ചെറിയ ബട്ടൺ ഉണ്ടാവും, അത് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ അങ്ങനെ മാറിക്കൊണ്ടിരിക്കും. അപ്പോൾ അതിൽ കാണിക്കും PF എന്ന് പറഞ്ഞാണ്ട് കാണിക്കും. നിങ്ങൾക്ക് നോക്കാം, നിങ്ങളുടെ വീട്ടിലെ എനർജി മീറ്ററിൽ PF എന്ന് പറഞ്ഞാണ്ടൊരു വാല്യൂ കാണിക്കും. ആ വാല്യൂ ആയിരിക്കും അപ്പോഴത്തെ പവർ ഫാക്ടർ. നമ്മുടെ വീട്ടിൽ കിട്ടുന്ന പവറിൻ്റെ പവർ ഫാക്ടർ എന്ന് പറയുന്നത് അതായിരിക്കും. ഓക്കെ, ഇനി ഡീറ്റെയിൽ ആയിട്ട് പറയുന്നില്ല. നമ്മുടെ ടോപ്പിക്ക് പവർ ഫാക്ടറിൻ്റെ ഇമ്പ്രൂവ്മെൻറ്റ് എങ്ങനെ ചെയ്യാന്നുള്ളതാണ്. അതായത് പവർ ഫാക്ടർ മിക്ക സമയത്തും ഒന്നുണ്ടാവില്ല. പവർ ഫാക്ടറിൻ്റെ മാക്സിമം വാല്യൂ 1 പവർ ഫാക്ടർ മിക്ക സമയത്തും 0.6, 0.7 അല്ലെങ്കിൽ 0.5 ഇങ്ങനെയൊക്കെയാണ് ഉണ്ടാവുക. അതിൻ്റെ റീസൺസൊക്കെ നമ്മൾ പിന്നെ പറയും. ഓക്കെ, അപ്പോൾ ഈ പവർ ഫാക്ടറിനെ നമുക്ക് ഇമ്പ്രൂവ് ചെയ്യിക്കണം. അതായത് 0.6 ഉള്ളത് അല്ലെങ്കിൽ 0.5 ഉള്ളതിനെ നമുക്ക് 1 എത്തിക്കാൻ നോക്കണം. അല്ലെങ്കിൽ 1 അടുത്തേക്കെങ്കിലും എത്തിക്കണം. അതായത് 0.9 എത്തിക്കണം. അപ്പോഴേ നമുക്ക് ക്വാളിറ്റിയുള്ള പവർ കിട്ടുള്ളൂ. അപ്പോൾ നമ്മൾ പിന്നെ പവർ ഫാക്ടർ 0.5 0.6 അല്ലെങ്കിൽ 0.7 ഒക്കെ ആണെങ്കിൽ അതിനെ 1 എത്തിക്കാനുള്ള ശ്രമത്തെ നമ്മൾ പറയുന്ന പേരാണെന്ത്? പവർ ഫാക്ടർ ഇമ്പ്രൂവ്മെൻറ്റ് എന്നുള്ളത്. പവർ ഫാക്ടറിനെ ഇമ്പ്രൂവ് ചെയ്യുക എന്നുള്ളത്. ക്ലിയർ ആവുണ്ടോ? ഓക്കെ, അപ്പോൾ എന്തിനാണ് പവർ ഫാക്ടർ നമ്മൾ ഇമ്പ്രൂവ് ചെയ്യേണ്ടത് എന്നുള്ളൊരു ചോദ്യമുണ്ട്. എന്തിനാ അപ്പോൾ നമ്മളങ്ങനെ ഇപ്പോൾ 0.5 ആണെന്നുണ്ടെങ്കിൽ അതിനെ 1 ആക്കി പവർ ഫാക്ടറിനെ ഇമ്പ്രൂവ് ചെയ്യേണ്ട ആവശ്യം എന്താണ് എന്നുള്ളതും കൂടി നോക്കണം നമുക്ക്. അപ്പോൾ നമ്മൾ അടുത്തത് ഡിസ്കസ് ചെയ്യുന്നത് നെസസിറ്റി ഓഫ് പവർ ഫാക്ടർ ഇമ്പ്രൂവ്മെൻറ്റ് എന്നുള്ളതാണ്. നെസസിറ്റി ഓഫ് പവർ ഫാക്ടർ ഇമ്പ്രൂവ്മെൻറ്റ്, അതായത് പവർ ഫാക്ടർ ഇമ്പ്രൂവ് ചെയ്യേണ്ടതിൻ്റെ ആവശ്യകത എന്താണ് എന്നുള്ളതാണ് പറയുന്നത്. ക്ലിയർ ആവുണ്ടോ? അപ്പോൾ ഇവിടെ എഴുതിയത് നോക്കൂ നിങ്ങൾ. 3 ഫേസ് പവർ P = √3 VL IL cos φ. നമ്മൾ നേരത്തെ കണ്ടെത്തിയതാണിത്. അതായത് ഒരു 3 ഫേസിലെ പവർ കാണാനുള്ള ഇക്വേഷൻ എന്താണ്? P = √3 VL IL cos φ എന്നുള്ളതാണ്. ഫ്രം ദിസ് ഇക്വേഷൻ, ഈ ഇക്വേഷനിൽ നിന്നും IL = അതായത് ഈ IL ഉണ്ടല്ലോ, അതായത് ലോഡ് കറണ്ട്, IL = നമുക്ക് എങ്ങനെ എഴുതാം? ഇതാ ഫസ്റ്റത്തെ ഇക്വേഷൻ IL = നമുക്ക് എന്ത് ചെയ്താൽ P/√3 VL cos φ എന്ന് എഴുതാം. IL = P/√3 VL cos φ എന്ന് എഴുതാം. ഒന്നാമത്തെ ഇക്വേഷൻ അങ്ങനെ ഉണ്ടാക്കിയൂടെ? IL = പറഞ്ഞിട്ട്. ഓക്കെ, അപ്പോൾ ഈ ഇക്വേഷൻ നോക്കിക്കഴിഞ്ഞാൽ, നമ്മളിപ്പോൾ ഈ ഇക്വേഷൻ നോക്കിക്കഴിഞ്ഞാൽ ഇതിൽ നമുക്ക് മനസ്സിലാവും IL ഇതാണ്, കോസ് ഫൈ ഇതാണ്. അപ്പോൾ അത് രണ്ടും തമ്മിലുള്ള റിലേഷൻ എങ്ങനെയാണ്? ലോഡ് കറണ്ടും കോസ് ഫൈയും കൂടി ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണലാണ് അല്ലേ? നമ്മൾ താഴെ എഴുതുകയാണെങ്കിൽ എന്താണ്? ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണലാണ്. അപ്പോൾ അതാണ് ഞാൻ ഇവിടെ എഴുതിയിട്ടുള്ളത്, IL ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു കോസ് ഫൈ. അതായത് ലോഡ് കറണ്ടും പവർ ഫാക്ടറും തമ്മിൽ ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണലാണ്. ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ആണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താണ്? അതാണ് ഇവിടെ എഴുതിയത്. ഇഫ് പവർ ഫാക്ടർ, അതായത് കോസ് ഫൈ ഡിക്രീസ്ഡ്, പവർ ഫാക്ടർ കുറഞ്ഞു കഴിഞ്ഞാൽ ദെൻ IL, അതായത് ലോഡ് കറണ്ട് വിൽ ബി ഇൻക്രീസ്ഡ്. ക്ലിയർ ആവുണ്ടോ? അപ്പോൾ പവർ ഫാക്ടർ കുറഞ്ഞു കഴിഞ്ഞാലുള്ള പ്രശ്നം എന്താണ്? ലോഡ് കറണ്ട് എന്താവും? ഇൻക്രീസ് ആവും. ക്ലിയർ ആവുണ്ടോ? പവർ ഫാക്ടർ കുറഞ്ഞാൽ ലോഡ് കറണ്ട് ഇൻക്രീസ് ആവും. നേരെ തിരിച്ചും പറയാം, ഇഫ് പവർ ഫാക്ടർ ഈസ് ഇൻക്രീസ്ഡ്, പവർ ഫാക്ടർ ഇൻക്രീസ് ചെയ്താൽ ദെൻ IL വിൽ ബി ഡിക്രീസ്ഡ്, ലോഡ് കറണ്ട് എന്താവും? ഡിക്രീസ്ഡ് ആവും. അതായത് ലോഡ് കറണ്ട് കുറയും. അപ്പോൾ പവർ ഫാക്ടർ കുറഞ്ഞു കഴിഞ്ഞാൽ കറണ്ട് എന്ത് ചെയ്യും? കൂടും. പവർ ഫാക്ടർ കൂടിക്കഴിഞ്ഞാലോ കറണ്ട് എന്ത് ചെയ്യും? കുറയും. നമ്മളെ ആവശ്യം എന്താണ്? നമ്മളെ സർക്യൂട്ടിൽ നിന്ന് ഉപയോഗിക്കുന്ന കറണ്ടിൻ്റെ ഉപയോഗം എന്ത് ചെയ്യണം? കുറയണം. മനസ്സിലാവുണ്ടോ? കറണ്ടിൻ്റെ ഉപയോഗം കുറയണം എന്നുണ്ടെങ്കിൽ പവർ ഫാക്ടർ എന്ത് ചെയ്യണം? കൂടണം. അപ്പോൾ പവർ ഫാക്ടർ കൂട്ടണം എന്നുണ്ടെങ്കിൽ നമ്മൾ പവർ ഫാക്ടർ കൂട്ടേണ്ട കാര്യങ്ങൾ നമ്മൾ എന്ത് ചെയ്യണം? ചെയ്യണം. അതാണ് പവർ ഫാക്ടർ ഇമ്പ്രൂവ്മെൻറ്റ്. ക്ലിയർ ആവുണ്ടോ? അപ്പോൾ കസ്റ്റമർ ആവശ്യം എന്താണ്? പവർ ഫാക്ടർ കൂടണം. പവർ ഫാക്ടർ കൂടിക്കഴിഞ്ഞാൽ എന്താണ്? കറണ്ട്, ലോഡ് കറണ്ട് എന്താവും? കുറയും. ലോഡ് കറണ്ട് കുറഞ്ഞു കഴിഞ്ഞാലോ എനർജി കൺസംഷൻ എന്ത് ചെയ്യും? കുറയും. എനർജിയുടെ ഉപയോഗം കുറയും. അപ്പം യൂണിറ്റ് കുറയും. അപ്പോൾ നമുക്ക് ബില്ല് വരുമ്പോൾ എന്ത് ചെയ്യും? ബില്ല് കുറയും. മനസ്സിലാവുണ്ടാവും? ഓക്കെ, ഇനി ലോഡ് കറണ്ട് കൂടുകയാണെന്നുണ്ടെങ്കിൽ എന്താ സംഭവിക്കുക എന്നുള്ളതും കൂടി നോക്കാം.
നമ്മൾ പറഞ്ഞു പവർ ഫാക്ടർ കുറഞ്ഞു കഴിഞ്ഞാൽ ലോഡ് കറണ്ട് എന്ത് ചെയ്യും, കൂടുമെന്ന് പറഞ്ഞു. അതാണ് ഇവിടെ പറയുന്നത്. ഇഫ് ഐ എൽ ഈസ് വെരി ലാർജ്, ഓക്കെ, ലോഡ് കറണ്ട് വളരെ കൂടുതലാണെന്നുണ്ടെങ്കിൽ ഇറ്റ് കോസസ് ഫോർ ഫോളോയിങ് പ്രോബ്ലംസ്, താഴെ പറയുന്ന പ്രശ്നങ്ങൾക്ക് എന്താവും, കാരണമാവും. ക്ലിയർ ആവുണ്ടോ? എന്തൊക്കെയാണ് പ്രശ്നങ്ങൾ? അതാണ് പറയുന്നത്. ലാർജ് കോപ്പർ ലോസ്. ക്ലിയർ ആവുണ്ടോ? പവർ ഫാക്ടർ കുറയുകയാണെന്നുണ്ടെങ്കിൽ ലോഡ് കറണ്ട് കൂടും. ലോഡ് കറണ്ട് കൂടിക്കഴിഞ്ഞാൽ ലാർജ് കോപ്പർ ലോസ് ഒരുപാട് കൂടിപ്പോവും. ക്ലിയർ ആവുണ്ടോ? രണ്ടാമത്തത് ഗ്രേറ്റർ കണ്ടക്ടർ സൈസ്. ക്ലിയർ ആവുണ്ടോ? കണ്ടക്ടർ, നല്ല വണ്ണുള്ള കണ്ടക്ടർ നമ്മൾ എന്ത് ചെയ്യേണ്ടി വരും, ഉപയോഗിക്കേണ്ടി വരും. കറണ്ട് കൂടും. കറണ്ട് കൂടുമ്പം കൂടുതൽ കറണ്ടിന് ഫ്ലോ ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ വണ്ണം കൂടിയ എന്ത് ഉപയോഗിക്കേണ്ടി വരും, കണ്ടക്ടർ ഉപയോഗിക്കേണ്ടി വരും. പിന്നെ പുവർ വോൾട്ടേജ് റെഗുലേഷൻ, അതായത് വോൾട്ടേജ് റെഗുലേഷന് പുവറായിരിക്കും. അതിന് ഞാനൊരു എക്സാമ്പിൾ നിങ്ങൾക്ക് പറയാം, നല്ലൊരു എക്സാമ്പിൾ പറഞ്ഞുതരാം. ഇപ്പോൾ നമ്മളുടെയൊക്കെ വീട്ടിൽ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും, മോട്ടർ ഇടുന്ന സമയത്ത്, മോട്ടറിൻ്റെ സ്വിച്ച് കണ്ട് ഓൺ ചെയ്യുന്ന സമയത്ത് നമ്മുടെ വീട്ടിലേക്ക് ഒരു വോൾട്ടേജ് ഡിമ്മ് വരും. മനസ്സിലാവുണ്ടോ? അത് എന്തുകൊണ്ടാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, മോട്ടർ എന്ന് പറയുന്നത് ഒരു ഇൻഡക്റ്റീവ് ലോഡാണ്. ഇൻഡക്റ്റീവ് ലോഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ ഉള്ളിലെ മെയിൻ സർക്യൂട്ട് എന്താണ്, വൈൻഡിങ്സ് ആണ്. അപ്പോൾ വൈൻഡിങ്സ് ഉള്ള സാധനത്തിൽ വരുമ്പം പവർ ഫാക്ടർ എന്ത് ചെയ്യും, കുറയും സാധാരണ. ക്ലിയർ ആവുണ്ടോ? അതായത് വൈൻഡിങ്സ് ഉള്ള ഇൻഡക്റ്റീവ് ലോഡ്സ് എന്നാണ് അതിന് നമ്മൾ പറയാം. ഇൻഡക്റ്റീവ് ലോഡായിട്ടുള്ള ഏതെങ്കിലും ഉപകരണം നമ്മൾ വർക്ക് ചെയ്യിപ്പിക്കുകയാണെങ്കിൽ അതിൽ എന്തായിരിക്കും, പവർ ഫാക്ടർ ആ സർക്യൂട്ടിൽ കുറവായിരിക്കും. മനസ്സിലായോ? അപ്പോൾ നമ്മൾ മോട്ടർ ഓൺ ചെയ്യുമ്പം ഇൻഡക്റ്റീവ് ലോഡ് വർക്ക് ചെയ്യാണ്. ഇൻഡക്റ്റീവ് ലോഡ് വർക്ക് ചെയ്യുമ്പോൾ പവർ ഫാക്ടർ കുറഞ്ഞു. പവർ ഫാക്ടർ കുറഞ്ഞപ്പം കറണ്ട് എന്ത് ചെയ്യും, കൂടും. മനസ്സിലാവുണ്ടോ? അതിൽ നമ്മൾ പറഞ്ഞ പവർ ഫാക്ടർ കുറഞ്ഞു കഴിഞ്ഞാൽ ലോഡ് കറണ്ട് കൂടും. ലോഡ് കറണ്ട് കൂടിക്കഴിഞ്ഞാലോ വോൾട്ടേജിൽ ഡിമ്മ് വരും. ക്ലിയർ ആവുണ്ടോ? അതാണ് ശരിക്കും അവിടെ സംഭവിക്കുന്നത്. ഓക്കെ, അതാണ് ഇവിടെ പറഞ്ഞത് പുവർ വോൾട്ടേജ് റെഗുലേഷൻ. ഉണ്ടോ? നമ്മൾ മോട്ടർ ഇടുന്ന സമയത്ത് വോൾട്ടേജ് റെഗുലേഷൻ എന്തായിരിക്കും, പുവറായിരിക്കും. ഗ്രേറ്റർ കണ്ടക്ടർ സൈസ്, നമ്മൾ മോട്ടറിന് എപ്പോഴും വണ്ണം കൂടിയ കണ്ടക്ടറാണ് ഉപയോഗിക്കുക, നല്ല കറണ്ട് എടുക്കും എന്നുള്ളത് കൊണ്ട്. മനസ്സിലാവുണ്ടോ? ലാർജ് കോപ്പർ ലോസ് എന്തായിരിക്കും, കൂടുതലായിരിക്കും. അതുകൊണ്ടാണ് നമ്മൾ മോട്ടർ പോലത്തെ ഉപകരണങ്ങൾ വർക്ക് ചെയ്യിപ്പിക്കുമ്പോൾ നമുക്ക് നല്ല എനർജി കൺസംഷൻ വരുന്നത്. ക്ലിയർ ആവുണ്ടോ? ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് നെസസിറ്റി ഓഫ് പവർ ഫാക്ടർ ഇമ്പ്രൂവ്മെൻറ്റ് മനസ്സിലായിട്ടുണ്ടാവും. പവർ ഫാക്ടർ എന്തിനാണ് ഇമ്പ്രൂവ് ചെയ്യണം എന്നുള്ളത്. അതായത് പവർ ഫാക്ടർ കുറഞ്ഞു കഴിഞ്ഞാൽ, ഒന്നുകൂടി ചുരുക്കി പറയുകയാണ്, പവർ ഫാക്ടർ കുറഞ്ഞു കഴിഞ്ഞാൽ കറണ്ട് കൂടും. മനസ്സിലാവുണ്ടോ? കറണ്ട് കൂടിക്കഴിഞ്ഞാൽ അത് കോപ്പർ ലോസ് ഉണ്ടാക്കും. കണ്ടക്ടറിൻ്റെ സൈസ് നമ്മൾ കൂട്ടി കൊടുക്കേണ്ടി വരും. വോൾട്ടേജ് റെഗുലേഷൻ എന്തായിരിക്കും, വളരെ മോശമായിരിക്കും. ഇത്രയും പ്രശ്നങ്ങളുണ്ട്. അതുകൊണ്ട് പവർ ഫാക്ടർ ഇമ്പ്രൂവ് ചെയ്യൽ എന്താണ്, നിർബന്ധമാണ്. അപ്പോൾ പവർ ഫാക്ടർ നമുക്ക് എങ്ങനെ ഇമ്പ്രൂവ് ചെയ്യാം എന്നുള്ളതാണ് നമ്മൾ നോക്കുന്നത്. ഇതാണ് നമ്മളുടെ യഥാർത്ഥത്തിലുള്ള ടോപ്പിക്ക്. പവർ ഫാക്ടർ ഇമ്പ്രൂവ് ചെയ്യാൻ നമുക്ക് 3 മെത്തേഡ്സാണുള്ളത്. അതാണ് ഇവിടെ എഴുതിയിട്ടുള്ളത്. പവർ ഫാക്ടർ ഇമ്പ്രൂവ്മെൻറ്റ് എക്യുപ്മെൻറ്റ്സ്. അത് പവർ ഫാക്ടർ ഇമ്പ്രൂവ് ചെയ്യാൻ നമുക്ക് കുറച്ച് എക്യുപ്മെൻറ്റ്സ് ഉണ്ട്, ഉപകരണങ്ങളുണ്ട്. ഓക്കെ, മെയിൻലി 3 എക്യുപ്മെൻറ്റ്സ് ആർ യൂസ്ഡ് ഫോർ പവർ ഫാക്ടർ ഇമ്പ്രൂവ്മെൻറ്റ്. പവർ ഫാക്ടർ ഇമ്പ്രൂവ് ചെയ്യാൻ 3 എക്യുപ്മെൻറ്റ്സ് ആണ് നമ്മൾ സാധാരണയായിട്ട് ഉപയോഗിക്കുന്നത്. അതിൽ ഫസ്റ്റത്തെ സാധനം സ്റ്റാറ്റിക് കപ്പാസിറ്റേഴ്സ്, രണ്ടാമത്തത് സിങ്ക്രണസ് കണ്ടൻസേഴ്സ്, മൂന്നാമത്തത് ഫേസ് അഡ്വാൻസേഴ്സ്. ഇങ്ങനെ 3 സാധനങ്ങളാണ് ഇന്ന് നമ്മൾ പവർ ഫാക്ടർ ഇമ്പ്രൂവ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഉപകരണങ്ങൾ, എക്യുപ്മെൻറ്റ്സ്. ക്ലിയർ ആവുണ്ടോ? ഇനി നമുക്ക് ഈ 3 ഉപകരണങ്ങളും എന്താണ്, അതിൻ്റെ പ്രവർത്തനം എന്താണ് എന്നാണ് നോക്കേണ്ടത്. ഓക്കെ, അപ്പോൾ ഈ വീഡിയോ ഒരുപാട് നീണ്ടുപോയിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഇനിയും നമ്മൾ ഈ 3 കൂടി എക്സ്പ്ലെയിൻ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഈ വീഡിയോയുടെ സൈസ് ഒരുപാട് കൂടിപ്പോകും. അതുകൊണ്ട് ഈ 3 കുറിച്ച് ഞാൻ അടുത്ത വീഡിയോയിൽ എക്സ്പ്ലെയിൻ ചെയ്തു തരാം. ഓക്കെ.